السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. قال الله عز وجل في القرآن العظيم: والذين آمنوا وهاجروا وجاهدوا بأموالهم وأنفسهم في سبيل الله والذين آووا ونصروا أولئك بعضهم أولياء بعض. صدق الله العلي العظيم. സ്നേഹാദരവുകൾ നിറഞ്ഞ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ സമുന്നതരായ സാരഥികളെ, സാദാത്തുക്കളെ, നേതാക്കളെ, സംഘടനയുടെ ദേശീയതല പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട ജാബിർ ഹുദവി ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന സീനിയർ നേതാക്കളെ, സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ അലംഘനീയമായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ നേതൃത്വത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാഗത ഭാഷണത്തിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ സംഘടനയുടെ ഒരു വർഷക്കാലത്തെ കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്ത് സംഘടനയുടെ വർത്തമാനകാല സന്ദേശങ്ങൾ നിങ്ങൾക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യൂണിറ്റ് തലം മുതൽ ജില്ലാ തലങ്ങളിൽ വരെയുള്ള ലീഡേഴ്സിനെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് പ്രൗഢമായ ഒരു പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതികൂല കാലാവസ്ഥയിലും സമയനിഷ്ഠ പാലിച്ച് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അള്ളാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. പരിമിതമായ സമയത്തിനകം സംഘടനയുടെ മഹത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. സമയനിഷ്ഠ പാലിച്ച് പരിസമാപ്തി കുറിക്കുന്ന ഒരു ക്യാമ്പായതുകൊണ്ട് തന്നെ മഗ്‌രിബിന്റെ മുമ്പായി ഇനിയും ഒരുപാട് ചടങ്ങുകൾ ഇവിടെ നടക്കാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സമയം കുറച്ചുകൂടി ചുരുക്കി വേഗം വിഷയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന നമ്മുടെ ആദർശ പ്രസ്ഥാനം ഓരോ നിമിഷവും അതിൻ്റെ തിളക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ സംഭവവികാസങ്ങളിൽ നമ്മളെ പലരും ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും മഹല്ലുകളിൽ നിന്ന്, പ്രദേശങ്ങളിൽ നിന്ന്
നാട്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് സന്തോഷിക്കാനും അഭിമാനിക്കാനും നമുക്ക് അന്തസ്സോടെ പ്രവർത്തിക്കാനും സാധിക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ആശങ്കകൾ മാത്രം പങ്കുവെച്ചുകൊണ്ട് നമ്മളെ തളർത്താൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആശങ്കപ്പെടുത്തലുകളുടെ മുമ്പിൽ നമ്മളെ നിശ്ചലമായി നിൽക്കുന്നതിന് പകരം ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്, ഇത് പാരമ്പര്യമുള്ള പൈതൃകമുള്ള പരിശുദ്ധിയുള്ള നമ്മുടെ ആദർശ പ്രസ്ഥാനമാണ്, ഇതിനെ പടുത്തുയർത്തിയത് മഹത്തുക്കളാണ്, അതിനെ ഇന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അവര് തന്നെയാണ്. ഒരു കൂട്ടർ ആത്മീയ ലോകത്ത് നിന്ന് സമസ്ത എന്ന് പറയുന്ന ഈ ആദർശ പ്രസ്ഥാനത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉലമാക്കളും സാദാത്തുക്കളും ഓരോ സന്ദർഭത്തിലും പറയേണ്ടത് പറഞ്ഞും പുതിയ തലമുറക്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് നൽകേണ്ട ദിശാബോധം വളരെ കൃത്യമായി പറഞ്ഞുകൊടുത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടുമാണ് നമ്മുടെ നേതൃത്വം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത് നമുക്ക് ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന് പരിക്കേൽക്കാതെ സമസ്തയുടെ ആദർശത്തിൽ വെള്ളം ചേർക്കാതെ അത് അതിന്റെ പരിശുദ്ധിയോടെ തന്നെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ നിലനിർത്തി മുന്നോട്ട് പോകണം എന്നുള്ള ഉറച്ച വിശ്വാസമാണ്. ആ ഉറച്ച തീരുമാനവുമായി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് വിജയമുണ്ട്, നമ്മൾ വിജയിക്കും, നമുക്ക് മാത്രമേ വിജയമുള്ളൂ എന്നുള്ള വസ്തുത നമ്മളൊക്കെ ഉൾക്കൊള്ളണം. ഇന്നലകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, അഥവാ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇങ്ങോട്ടുള്ള സംഘടനക്കകത്തുണ്ടായിട്ടുള്ള വലിയ വലിയ ചർച്ചകളും അതുപോലെ തന്നെ വലിയ വെല്ലുവിളികളും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിലെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ട് നമ്മൾ അതിനെ കാണണം. കാരണം നമ്മൾ കുറച്ച് ആദർശപരമായി അല്ലെങ്കിൽ ആത്മീയപരമായി സംഘടനാപരമായി കാലോചിതമായി മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ പ്രവർത്തകരിൽ ചില മാറ്റങ്ങൾ, ചില അഴകുഴമ്പൻ സമീപനങ്ങൾ രൂപപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ അങ്ങനെ പോകരുത്, നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം, നിങ്ങൾ പോകേണ്ട രീതി ഈ രീതി തന്നെയാണ്, അവിടെ നിന്ന് നിങ്ങൾ ഒരിഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടതില്ല എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം അതിന്റെ മഹത്തുക്കളായ നേതാക്കളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയായിരുന്നു. ഞാൻ ഓരോന്നും എണ്ണി എണ്ണി പറയേണ്ടതില്ല, വിശദമായി അതിനെ ഓരോന്നിനെയും ചർച്ച ചെയ്യേണ്ട വേദിയുമല്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഉരുണ്ടുകൂടി വന്ന വലിയ ഭീഷണിയായി, വലിയ വെല്ലുവിളിയായി, വലിയ പ്രതിസന്ധിയായി നമ്മുടെ മേലെ ഉരുണ്ടുകൂടി വന്നതൊക്കെയും അതൊക്കെ മഞ്ഞുകട്ട പോലെ ഉരുകിക്കൊണ്ട് അതിനൊക്കെ അണിയറയിൽ പ്രവർത്തിച്ചവർ ഒന്നുമല്ലാതെയായി തീരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സംഘടനാ സംവിധാനത്തെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശ പ്രസ്ഥാനത്തെ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ ദൃഷ്ടാന്തം ഇനി നമുക്ക് മറ്റൊന്നുണ്ടാവേണ്ടതില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് കോഴിക്കോട്ടെ മുഖദ്ദസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ആശങ്കകളായിരുന്നു നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്, ആരൊക്കെയായിരുന്നു നമ്മളെ പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നത്,
അവസാനം ബാംഗ്ലൂരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് തന്നെ പലർക്കും പേടിയുണ്ടായിരുന്നു. ബാംഗ്ലൂരിലെ സമ്മേളനം അത് ജനകീയമാക്കി മലബാറിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ധാരാളം വാഹനങ്ങൾ മുഖദ്ദസിലേക്ക് ബുക്ക് ചെയ്ത വാഹനങ്ങളൊക്കെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുഖദ്ദസ് പരാജയപ്പെടും, മുഖദ്ദസ് നമുക്ക് ഒരു വലിയ ഭാരമായി തീരും എന്നൊക്കെ പറഞ്ഞു വെച്ചവർ, അങ്ങനെ ആലോചിച്ചവർ, അങ്ങനെ ചിന്തിച്ചു പോയവർ കോഴിക്കോട്ട് കടപ്പുറത്തൊരു കറാമത്തായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അത് ഈ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ നേതൃത്വത്തിന്റെ ആത്മവിശ്വാസമാണ്. നമുക്ക് പരാജയമില്ല, നമ്മൾ തളരില്ല, നമ്മളെ തളർത്താൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ തളരുന്ന പ്രസ്ഥാനമല്ല. അങ്ങനെ തളർത്താൻ ശ്രമിക്കുന്നവർ സ്വയം അവർ തകർന്നടിയും, അവർ തളർന്നു പോവുകയല്ലാതെ നമ്മൾ പൂർവപരി ശക്തിപ്പെട്ട് ശക്തമായി നമ്മൾ മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കും എന്നതാണ് യഥാർത്ഥത്തിൽ വർത്തമാനകാല സംഭവ വികാസങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. അപ്പൊ പ്രവർത്തകന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, കൂടുതൽ ഊർജ്ജസ്വലരായി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ പ്ലാനിങ്ങുകളും തയ്യാറെടുപ്പുകളുമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. അതിന് നമ്മൾ ഒറ്റപ്പെട്ടു പോകരുത്. നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ യൂണിറ്റുകളിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമ്മൾ കൂടുതൽ ശക്തി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ ചർച്ചകളും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകണം. അവിടങ്ങളിലൊക്കെ ഉണ്ടാകും. നേരത്തെ ഉള്ളവർ സ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കും. അവരെ ഏതെങ്കിലും രീതിയിൽ ഈ സംഘടനയെ തകർക്കാൻ വേണ്ടി, തളർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അവര് പോയി ഇനി ഇവിടെ ഒന്നും നടക്കില്ല, അവരുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ, അവരായിരുന്നു എല്ലാം നടത്തിയിരുന്നത് എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ ഭയപ്പെട്ട് നിൽക്കരുത്. ബദൽ സംവിധാനത്തെ കുറിച്ച് ആലോചിക്കണം. പുതിയ പുരുഷന്മാർ രംഗപ്രവേശനം ചെയ്യണം. പുതിയ പുതിയ ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ആ പ്രദേശത്ത് സംഘടനാ സംവിധാനം സമസ്തയുടെ ആദർശ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ പുതിയ ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മളിൽ ചിലർക്കെങ്കിലും പേടിയാണ്, ചില സ്ഥലത്ത് പരിപാടി നടത്താൻ പേടിയാണ്, ചില സ്ഥലങ്ങളിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പേടിയാണ്. ഇന്നലെ ഞാനൊരു യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിഷയം പറഞ്ഞപ്പോ ആ യൂണിറ്റിന്റെ പ്രവർത്തകർ പറഞ്ഞു, ഉസ്താദേ ഫണ്ട് കിട്ടുമോ, ഇപ്പൊ അവിടെ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുമോ? വലിയ പ്രശ്നമല്ലേ? ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയുന്നു, ആശങ്കപ്പെട്ട് നിൽക്കുന്നതിന് പകരം ധൈര്യമായി കൃത്യമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നാട് നമ്മുടെ കൂടെയുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ നമ്മോടൊപ്പം നിൽക്കും. അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ അവിടെ പേടിച്ചു നിന്ന് നിശ്ചലമായി പോവുകയല്ല വേണ്ടത്. സംഘടന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിലധിഷ്ഠിതമല്ല. വ്യക്തികൾക്ക് വേണ്ടിയല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം നമുക്കില്ല. ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിലേ പ്രവർത്തിച്ചുകൂടൂ, അല്ലെങ്കിൽ അവരുണ്ടെങ്കിലേ നടക്കൂ എന്ന് വിചാരിച്ച് നമ്മൾ ഈ രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടവരല്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. അതതിന്റെ പരിശുദ്ധിയോടെ തന്നെ മുന്നോട്ട് പോകണം. അതിൽ വെള്ളം ചേർക്കാൻ ആരെയും അനുവദിക്കരുത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള എന്തെല്ലാം മുന്നേറ്റങ്ങളാണോ നടത്തേണ്ടത്, അതിന് ആരൊക്കെ ബന്ധപ്പെടണം? ഇതുവരെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒരു പക്ഷേ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ നമ്മളെ പല രീതിയിലും തളർത്തിയേക്കാം. എന്നാൽ നമ്മൾ മറ്റു ചില ആളുകളുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് നമുക്ക് വളരാനും ഉയരാനും ആവശ്യമായിട്ടുള്ള പുതിയ സംവിധാനങ്ങളെ, പുതിയ സംഘടനാ സിസ്റ്റത്തെ നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ പോയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വിജയമുണ്ടായിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്.
അതിന് ആൺകുട്ടികൾ ഉണ്ടാവേണ്ട കാലഘട്ടമാണ്. അതിന് ധൈര്യമുള്ള, സ്ഥൈര്യമുള്ള, ഉറച്ചു നിൽക്കുന്ന ആൺകുട്ടികളാണ് നമുക്ക് മുമ്പിൽ ഉണ്ടായി തീരേണ്ടത്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ധൈര്യമുള്ള ആൺകുട്ടികളായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് പരാജയം സംഭവിക്കും. നമ്മുടെ കാലഘട്ടത്തിൽ നാം ഏറ്റെടുത്ത ഉത്തരവാദിത്തം അത് വിജയിപ്പിക്കാൻ സാധിക്കാതെ നമ്മൾ പരാജയപ്പെട്ടു പോകും. പരിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ സംഘടനാ പ്രവർത്തനത്തിന്റെ മഹത്വം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് ഇബാദത്താണ്. ഇത് ചെറിയ കാര്യമല്ല. ഇത് ആർക്കെങ്കിലും വേണ്ടി ചെയ്യേണ്ടതല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ നിർവഹിച്ചാൽ പടച്ച തമ്പുരാന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകും. അതിന് അള്ളാഹുവിൽ വലിയ പ്രതിഫലവുമുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ വലിയ സഹായം ലഭിക്കുകയും നമ്മുടെ ലക്ഷ്യം അള്ളാഹു പൂർത്തീകരിച്ചു തരികയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രഖ്യാപിച്ചത് വല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ഫീ അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. ഭൗതികമായ മറ്റു ലക്ഷ്യമൊന്നും നമുക്കില്ല. ആളാവാൻ, സ്ഥാനം കിട്ടാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ പരാജയപ്പെടുത്താൻ, എവിടെയെങ്കിലും നമുക്ക് മുന്നിലെത്തിച്ചേരാൻ എന്ന ലക്ഷ്യമല്ല നമുക്കുള്ളത്. ഭൗതികമായ എന്തെങ്കിലും താല്പര്യമല്ല നമ്മുടെ മുമ്പിലുള്ളത്. അള്ളാഹുവിന്റെ മാർഗമാണ് ഫീ സബീലില്ലാഹ്. ഫീ സബീലില്ലാഹിൽ കരുത്തുറ്റ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി എവിടേക്ക് ഹിജ്റ പോകാനും എവിടം വരെ യാത്ര പോകാനും നമ്മൾ സന്നദ്ധരാവുക. അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും നമ്മൾ സന്നദ്ധരായാൽ അത് നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും സമർപ്പിതരായി നമ്മൾ മുന്നോട്ട് പോയാൽ പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത് വല്ലദീന ആവൂ വനസറു ഉലൈക ബഅദുഹും ഔലിയാഉ ബഅദ്. നമ്മൾ ചേർന്നു നിന്ന് പരസ്പരം സഹായികളായി നമ്മുടെ വർക്കുകൾ ഡിവൈഡ് ചെയ്ത് പരസ്പരം ചേർന്നു നിന്ന് ഒറ്റക്കെട്ടായി ഒരു സംഘശക്തിയായി മുന്നോട്ട് പോയാൽ ചിലർക്ക് ചിലർ ശക്തികളായി, സഹായികളായി രൂപപ്പെട്ടു വരികയും ഈ സത്യസന്ദേശത്തെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനാണ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ആദ്യം പറഞ്ഞ വർത്തമാനം വിശ്വാസമാണ്, ഈമാനാണ്. ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഈമാൻ പ്രധാനമാണ്. ഈമാനാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ഈമാനിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയേണ്ടതുണ്ട്. പുതിയ കാലത്തെ ഈമാൻ എന്ന് പറയുന്നത് ആരുടെയെങ്കിലും കീഴിൽ അടിയറ വെക്കുന്ന, ആരെങ്കിലും ഭയപ്പെട്ട് മിണ്ടാതിരിക്കുന്ന, എന്തിനെങ്കിലും പേടിച്ചുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുന്ന ഈമാനല്ല വേണ്ടത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ആദർശത്തിന് വേണ്ടി അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള ഈമാനാണ് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാവേണ്ടത്. ആ ഈമാനികമായ സന്ദേശം മുറുകെ പിടിച്ചു നമ്മളൊക്കെ. വഹാജറു വജാഹദു, പിന്നെ ഹിജ്റയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ. നമ്മളൊരു ഹിജ്റയിലാണ്. എന്താണ് ഹിജ്റ? ചരിത്രത്തിൽ ഹിജ്റയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇഷ്ടപ്പെട്ടതെല്ലാം വിട്ടേച്ചുകൊണ്ട് സ്വന്തം നാട്, കുടുംബം, സാമ്പത്തികമായി അവരുണ്ടാക്കി വെച്ചതൊക്കെയും. പരിശുദ്ധ സഹാബ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ധാരാളം സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എല്ലാം നഷ്ടപ്പെടുത്തി ഉറ്റവരെ, ഉടയവരെ, കുടുംബത്തെ, നാടിനെ, തങ്ങൾ ഉണ്ടാക്കി വെച്ച സമ്പാദ്യത്തെ മുഴുവനും വിട്ടേച്ചുകൊണ്ട് എന്തിനു വേണ്ടിയാണ്? തന്റെ ഉത്തരവാദിത്തം, തന്റെ ദൗത്യം, തന്റെ ധർമ്മം നിർവഹിക്കാൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം എന്ന് പറയുന്ന ദൗത്യം നിർവഹിക്കാൻ നാട് വിട്ടു പോകേണ്ടി വന്നാലും ഈ ഇരിക്കുന്ന ആളുകൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് യാത്രയായി വന്നവരാ. നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. യാത്ര പ്രതിസന്ധിയാണ്. കുടുംബത്തിൽ വേറെ ചില പ്രതിസന്ധികളുണ്ട്, ജോലി സംബന്ധമായ പ്രതിസന്ധികളുണ്ട്, ആരോഗ്യപരമായ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സാമ്പത്തികമായി ഒരു പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള പെട്രോളിനുള്ള ഫണ്ട് പോലും നമ്മുടെ കയ്യിലില്ല. ഞാനൊരു ഭാരവാഹിയല്ലേ, ഞാനൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളല്ലേ. എന്നെ എന്റെ സംഘടന വിളിച്ചപ്പോൾ, എന്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈ കാലാവസ്ഥയെ പോലും അവഗണിച്ചുകൊണ്ട് പോകാനുള്ള, ആ പരിപാടിക്ക് പങ്കെടുക്കാനുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ഞാൻ മാറ്റിവെച്ചുകൊണ്ട് എന്റെ പ്രസ്ഥാനം വിളിച്ചപ്പോൾ ഈ സംഘബോധത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇതൊരു ഹിജ്റയാണ്. നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും വേണ്ടി നടത്തുന്ന യാത്രകൾ
യൂണിറ്റിന്റെ പ്രവർത്തനം വിജയിപ്പിക്കാൻ വീടുകളിലേക്ക് യാത്ര നടത്തുകയാണ്. അതേപോലെ തന്നെ ക്ലസ്റ്ററിന്റെ പ്രവർത്തനം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ യൂണിറ്റുകളിലേക്ക് യാത്ര നടത്തുകയാണ്. മേഖലയുടെ പ്രവർത്തനം വിജയിക്കാൻ വേണ്ടി ക്ലസ്റ്ററുകളിലൂടെ, യൂണിറ്റുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജില്ലയുടെ കർമ്മ പദ്ധതികൾ വിജയിപ്പിക്കാൻ വേണ്ടി അതിന്റെ സർക്കുലർ അനുസരിച്ചുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളും നടത്താൻ ജില്ലയിലെ മുക്കുമൂലകളിലേക്ക് ആയിരക്കണക്കിന്, നൂറുകണക്കിന് ശാഖകളിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈമാൻ ഉറപ്പിച്ച് ഹിജ്റ സന്നദ്ധരായി, യാത്രക്ക് സന്നദ്ധരായി, നമ്മൾ അതിന് സമർപ്പിതരായി, നമ്മുടെ സേവനം, നമ്മുടെ ജിഹാദ്, നമ്മുടെ ത്യാഗം അതിനുവേണ്ടി മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോയാൽ അത് സമ്പത്ത് കൊണ്ടുമാവും, അത് ശരീരം കൊണ്ടും എല്ലാ അർത്ഥത്തിലും നമ്മൾ ചെലവഴിച്ചുകൊണ്ട് ഈ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രഖ്യാപിച്ചത് ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലാവണം എന്ന കണ്ടീഷൻ ഉണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിലാവണം എന്ന കണ്ടീഷൻ ഉണ്ട്. അത് പറഞ്ഞതിന് ശേഷമാണ് ഖുർആൻ പിന്നെ പറഞ്ഞത് വല്ലദീന ആവൂ വനസറു, നിങ്ങൾ സംഘമായി ഒത്തുകൂടി, കൂടിച്ചേർന്ന് നിന്ന് സംഘബോധത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഉലൈക ബഅദുഹും ഔലിയാഉ ബഅദ്, നിങ്ങളിൽ ചിലർക്ക് ശക്തിയായി തീരും. നിങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. നിങ്ങളെ തകർക്കാൻ പിന്നെ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അതാണ് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പൂർവ്വസൂരികൾ നമുക്ക് കാണിച്ചു തന്ന വഴി അതാണ്. നമ്മൾ ഒറ്റപ്പെട്ട്, നമ്മൾ മാറിപ്പോയാൽ, ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും ഒക്കെ അകന്നു പോയാൽ നമുക്കൊരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ സംഘബോധത്തോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ യൂണിറ്റിലെ ഒരു കുടുംബത്തിലെ ഒരാളായി, നാട്ടിലെ സംഘടനാ ബന്ധത്തിലൊന്നുമില്ലാതെ അവനവന്റെ കാര്യം മാത്രം നോക്കി സ്വന്തം കുടുംബത്തിൽ ഒതുങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ പരിധിക്കകത്ത് ഒതുങ്ങി നമ്മൾ പോകേണ്ടവരല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പ്രസക്തമായ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ ചോദ്യം അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ് എന്നാണ്. അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ് എന്ന ചോദ്യം മുത്തുനബിയോട് ചോദിച്ചപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തത് ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്നവർ എന്നല്ല, നോമ്പ് നോൽക്കുന്നവർ എന്നല്ല, ഏറ്റവും അധികം ഹജ്ജ് ചെയ്തവർ എന്നല്ല, ഏറ്റവും അധികം ഉംറ ചെയ്തവർ എന്നല്ല, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ് എന്നായിരുന്നു ആ ചോദ്യത്തിന് ഉത്തരം. അൻഫഉഹും ലിന്നാസ്, അൻഫഉഹും ലിന്നാസ്. എത്ര മനോഹരമാണ്, എത്ര വിശാലമായി നമ്മളൊക്കെ പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു വലിയ പ്രഖ്യാപനമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുള്ളത്. അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉപകാരം ചെയ്യുന്നവർ ആരാണോ, ഉപകാരം എങ്ങനെയാ ചെയ്യാൻ സാധിക്കുക? നമ്മൾക്ക് അല്ലാഹു ചെയ്തു തന്ന നിയമത്തുകൾ, ആ നിയമത്തുകൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നീക്കിവെക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കണം. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ ജീവിതം, നമ്മുടെ ചിന്തകൾ, നമുക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള രഹസ്യവും പരസ്യവുമായ എല്ലാ നിയമത്തുകളും അത് ഏതു സമയത്തും ആർക്ക് വേണമെങ്കിലും കൊടുക്കാനുള്ള വിശാലമായ മനസ്സിൽ നിന്ന് മാത്രമേ മംഫഅത്തുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ മംഫഅത്തുണ്ടാവില്ല. ആരും അറിയാത്തവരായി, ആരെയും അറിയാത്തവരായി, ആർക്കും ഉപകാരമില്ലാത്തവരായി ഏതോ ഒരു കുടുംബത്തിൽ, ഒരു പ്രദേശത്ത്, ഒരു പ്രത്യേകമായ ഒരു പരിധിക്കകത്ത് നമ്മൾ ഒതുങ്ങിപ്പോകുമായിരുന്നു. നിങ്ങളൊക്കെ ഈ ഹാളിലേക്ക് വിളിച്ചു വരുത്തി നിങ്ങൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. യൂണിറ്റ്, ക്ലസ്റ്റർ, മേഖല, വിവിധ സബ് കമ്മിറ്റികളിൽ നിന്നൊക്കെ ഉള്ള ഭാരവാഹികളായി നിങ്ങൾ ഇവിടെ വന്നു ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ ഉത്തരവാദിത്ത ബോധമുള്ളത് കൊണ്ടാണ്. ഈ ഉത്തരവാദിത്ത ബോധമുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത് വലിയ മഹത്വമുള്ള, വലിയ പ്രതിഫലമുള്ളതാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മൾ ഈ സംഘബോധത്തിലേക്ക് ഒരു യൂണിറ്റ്, ഒരു ക്ലസ്റ്റർ, ഒരു മേഖല, ഒരു ജില്ല എന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സമസ്തയുടെ ഈ സംഘബോധത്തിലേക്ക് ചേർന്ന് നിന്നതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. നമുക്ക് മാത്രമല്ല, നമ്മൾ അറിയാത്ത എത്രയോ ആളുകളിലേക്ക് ഒരുപാട് ഉപകാരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സഹചാരിയായി, ഇബാദായി, ട്രെൻഡായി, വിഖായയായി, തലബയായി, കാലോചിതമായ ദഅവത്തിന്റെ പ്രവർത്തനങ്ങളായി ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് ദഅവത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. എന്തേ അതിന് കഴിഞ്ഞത്?
എന്തേ അങ്ങനെ സാധിച്ചത്? നമ്മൾ ചേർന്ന് നിന്നത് കൊണ്ടാണ്, നമ്മൾ കൂട്ടമായി നിന്നത് കൊണ്ടാണ്. നമ്മൾ ഭയപ്പെട്ട് ഒറ്റപ്പെട്ട് മാറി നിന്നാൽ ഒന്നും നടക്കില്ല. നമ്മൾ ചേർന്ന് നിൽക്കണം. അവിടെ അഭിപ്രായങ്ങൾ ഉണ്ടാവണം. ആ അഭിപ്രായങ്ങൾ ഏകീകരിക്കണം. എന്നിട്ട് അതൊരു പദ്ധതിയാക്കണം. ആ പദ്ധതിയെ ഫോളോ ചെയ്യണം. അതിന് ഡ്യൂട്ടികൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു യൂണിറ്റ് കമ്മിറ്റിയിൽ ഒരു പ്രസ്ഥാനത്തിലുള്ള ഓരോ പ്രവർത്തകന്റെയും അഭിരുചി മനസ്സിലാക്കി അവർക്കനുസരിച്ചു കൊണ്ടുള്ള ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് അവരെ വർക്ക് ചെയ്യിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഭാരവാഹി സ്ഥാനത്തിരിക്കുന്ന നമ്മൾ നിർവഹിക്കേണ്ടത്. എല്ലാം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യല്ല, എല്ലാം നമ്മൾ അങ്ങ് ചെയ്ത് പൂർത്തിയാക്കുകയല്ല. വ്യത്യസ്ത കഴിവുകളുണ്ട്. നമ്മുടെ കൈ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണല്ലോ. നമ്മുടെ കൈവിരലുകളിലേക്ക് നോക്കൂ നിങ്ങൾ. എല്ലാ വിരലുകളും ഒരുപോലെയല്ല. അതിന്റെ വലുപ്പമൊന്നല്ല, അതിന്റെ ശക്തി ഒന്നല്ല, അതുകൊണ്ടുള്ള ഉപകാരം ഒന്നല്ല. വ്യത്യസ്ത ഉപകാരങ്ങളാണ്. 5 വിരലുകൾ ഒരു കൈയിൽ പടച്ച തമ്പുരാൻ നമുക്ക് ചെയ്തു തന്നുകൊണ്ട്, സംവിധാനിച്ചു തന്നുകൊണ്ട് നമുക്ക് കാണിച്ചു തരികയാണ്. നല്ല പവർ ഉള്ളവരുണ്ട്, എന്നാൽ പവർ കുറഞ്ഞവരുണ്ട്. അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളുകളുണ്ട്, തൊട്ടു താഴെയുള്ളവരുണ്ട്. ഒന്നിനും കഴിവില്ലാത്ത സാധുവായ ചെറുവിരലടക്കം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സംഘടനാ സംവിധാനത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ അവന്റെ കൈവിരലുകളെ കുറിച്ച് ഒരു പഠനം നടത്തിയാൽ മതി. എന്നാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയവനാണ്, വണ്ണം കുറഞ്ഞവനാണ്, പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, പക്ഷേ അവനൊന്നിനും കഴിയില്ല, അവനൊന്നിനും കഴിയാത്തവനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവനെ മാറ്റി നിർത്തി നമ്മൾ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരു പവർ ഉണ്ടാവില്ല. പവറൊക്കെ പോയി. വേണമെങ്കിൽ ഒരു പിടിവലി, ഒരു മൽപ്പിടുത്തം നടത്താം. ചെറുവിരലിനെ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവനുമായി ഒന്ന് മൽപ്പിടുത്തം നടത്തിയാൽ, ഏതെങ്കിലും ഒരു സാധനം ബലമായി പിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ ആ പിടുത്തത്തിന്റെ പവർ കുറഞ്ഞു പോകും. ചെറിയവൻ കൂടുമ്പോ, ചെറിയവനെ ചേർത്ത് പിടിക്കുമ്പോ, കഴിവില്ലാത്തവനെ ചേർത്ത് പിടിക്കുമ്പോ അവനും കൂടി ചേരുമ്പോഴേ യഥാർത്ഥത്തിൽ ഈ ശരീരത്തിന് തന്നെ ശക്തിയുള്ളൂ. ഈ പിടി മുറുക്കാൻ, ഈ പിടി നമുക്ക് മുറുക്കി പിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരു 17 അംഗ കമ്മിറ്റി, അല്ലെങ്കിൽ 22 അംഗ കമ്മിറ്റി, 23 അംഗ കമ്മിറ്റി, എത്ര അംഗങ്ങളാണെങ്കിലും ആ അംഗങ്ങളെയൊക്കെ അഭിരുചി മനസ്സിലാക്കിയിട്ട് അവർക്ക് ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് സംഘടനാ പ്രവർത്തനം വിജയിക്കുന്നത്. എല്ലാം നമ്മൾ ഒരാൾ ഏറ്റെടുത്ത്, അല്ലെങ്കിൽ നമ്മളിൽ ചിലര് മാത്രം ഏറ്റെടുത്ത് ഞങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ, അത് അവന് കഴിയില്ല എന്ന് പരസ്യമായി യോഗത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് ചിലർക്ക് കഴിയുന്നവരും മറ്റു ചിലർക്ക് കഴിയാത്തവരും എന്ന് വേർതിരിച്ചു പോകുന്നതിന് പകരം എല്ലാവരും കഴിവുള്ളവരാണ്, എല്ലാവരും ചേർന്നു നിൽക്കേണ്ടവരാണ്, എല്ലാവരെയും ചേർത്തു നിർത്തേണ്ടവരാണ്. അങ്ങനെ ചേർത്തു നിർത്തി അവർക്ക് കൊടുക്കാനുള്ള വർക്ക് കൊടുത്ത് അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ച് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കി അതിന്റെ ഫീഡ്ബാക്ക് ചർച്ച ചെയ്ത് അതിലുള്ള പോരായ്മകൾ, അതിന്റെ നേട്ടങ്ങൾ പരസ്പരം പങ്കുവെച്ച് നമ്മുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ വമ്പിച്ച വിജയമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ, നമ്മൾ ഈ വർക്കുകളൊക്കെ നടത്തുമ്പോൾ, ഇപ്പൊ ജില്ലാ കമ്മിറ്റി നിങ്ങൾക്ക് തരുന്ന ഒരു കൊല്ലത്തെ കർമ്മ പദ്ധതി, അതിൽ മതം മധുരമാണ് എന്ന ക്യാമ്പയിനിലാണ് ഇപ്പൊ സംഘടന നിലനിൽക്കുന്നത്. എത്ര യൂണിറ്റുകൾ നടത്തി? എന്തേ നടത്താത്തത്? അവിടെ മതം മധുരമാക്കി മാറ്റണ്ടേ? മതത്തിന്റെ സന്ദേശം, കാലോചിതമായ സന്ദേശം, അത് നമ്മുടെ പ്രിയപ്പെട്ട പുതിയ തലമുറക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഏറ്റവും നല്ല പ്രമേയമാണ്, ഏറ്റവും നന്നായി അവതരിപ്പിക്കേണ്ടതാണ്. അത് ഏറ്റവും നല്ല കഴിവുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് അവതരിപ്പിക്കേണ്ട ഒരു നല്ല ക്യാമ്പയിനാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? ഒരാളെങ്കിലും ആ ക്യാമ്പയിന്റെ പ്രഭാഷണം കേട്ടുകൊണ്ട്, ആ സന്ദേശം കേട്ടുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിന്നാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ളതും മുഴുവനും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായ പ്രവർത്തനം അത് തന്നെയാണ്. അതന്നെ ഒരാളെ കിട്ടിയാ പോരെ, ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകും, നൂറുകണക്കിന് പ്രവർത്തകരുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ പരിപാടി സംഘടിപ്പിച്ചാൽ ആരും വന്നില്ല എന്ന് വരും, സദസ്സ് കാലിയായിരിക്കും. 10 ആളുകൾ അല്ലെങ്കിൽ എണ്ണത്തിൽ ചുരുങ്ങിയ ആളുകളായിരിക്കും ആ വേദിയിൽ ഉണ്ടാവുക.
പേടിച്ചു മാറിയിരിക്കേണ്ടതില്ല. നമ്മൾ ക്യാമ്പയിൻ നമ്മുടെ യൂണിറ്റുകളിൽ നടത്തണം. അതിന്റെ പ്രചരണം സംഘടിപ്പിക്കണം, അതിലേക്ക് ആളുകളെ സംഘടിപ്പിക്കണം, അതിന് പറ്റിയ പ്രഭാഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ആ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഓരോ യൂണിറ്റിലും നടത്തണം. ഓരോ യൂണിറ്റിലും നടത്തണം. അല്ല, അതിപ്പോ ഇവിടെ നടക്കൂല, ഇപ്പൊ അത് വിജയിക്കൂല, ഇപ്പൊ മഴയാണ്, അല്ലെങ്കിൽ ഇപ്പൊ സ്കൂൾ തുറന്ന് ഇനിയിപ്പോ നടക്കൂല, ഇങ്ങനെ ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് പല പ്രവർത്തനങ്ങളെയും പാതി വഴിയിൽ ഇട്ടുപോകുന്ന ഒരു സംഘടനാ പ്രവർത്തനം ഒരിക്കലും ലക്ഷ്യത്തിലെത്തുകയില്ല. അതിൽ കാര്യമില്ല, യാതൊരു പ്രയോജനവുമില്ല. മറിച്ച് എവിടെയാണോ ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ളത് അവിടെ അതിനെ എങ്ങനെയെങ്കിലും മാറ്റി അവിടെ തന്നെ നടത്തണം. അത് അവിടെ തന്നെ നടക്കേണ്ടതാണ്. ഞാൻ അതിന് ഏറ്റവും മനോഹരമായി എന്റെ ഓർമ്മയിലുള്ള ഒരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ചെന്നൈ പട്ടണത്തിലാണ് പ്രഭാത സവാരിക്കാർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെയാണ് ഒരമ്മയും മകളും രാവിലെ ട്രെയിൻ ഇറങ്ങി ആ നഗരത്തിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവര് വന്നത് മകളുടെ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ വേണ്ടി അവര് നാട്ടിൽ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നു ചേർന്നതാണ്. അവരന്വേഷിക്കുന്നത് ഈ മകൾക്ക് ഇന്റർവ്യൂ നടത്തേണ്ട സ്ഥാപനം, ആ സ്ഥാപനം അന്വേഷിച്ചുകൊണ്ടാണ് അവര് ചെന്നൈ നഗരത്തിൽ ചുറ്റി നടക്കുന്നത്. പലരോടും ചോദിച്ചു, ചിലരൊക്കെ ഒറ്റയടിക്ക് തന്നെ പറഞ്ഞു അറിയില്ല അറിയില്ല. പ്രഭാത സവാരിക്കാരായ പലരോടും ചോദിച്ചു അറിയില്ല. പലരോടും ചോദിച്ചു. അങ്ങനെയാണല്ലോ, ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചാണ് പല കാര്യങ്ങളും ചിലര് സ്വീകരിക്കുക. നമ്മളോടൊക്കെ പലരും ചോദിക്കാറുണ്ട്, പലരും പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഒറ്റയടിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അത് മാറ്റി ഒഴിച്ചുവിടും. കാരണം റിസ്ക് സഹിക്കാനാവൂല. നമ്മൾ അന്വേഷിക്കില്ല എന്താണ് കാര്യം, എനിക്കതിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ, എനിക്കെന്തെങ്കിലും ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഒറ്റയടിക്ക് ചോദ്യത്തിന് ഉത്തരമായി പലരും ആ കുടുംബത്തെ പറഞ്ഞു വിട്ടു. ആ കൂട്ടത്തിൽ, പ്രഭാത സവാരിക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ പ്രത്യേകമായി ഈ കുടുംബത്തെ നോട്ട് ചെയ്തു. കുറെ ആളുകളോട് ഇങ്ങനെ അന്വേഷിക്കാൻ, എവിടെയാണ് ഈ സ്ഥാപനം, എവിടെയാണ് ഈ സ്ഥാപനം, പലരും അറിയില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുകയാണ്. ഈ മനുഷ്യൻ ചെയ്തത് എന്താണെന്നറിയുമോ? അവരെ അല്പസമയം അവരുമായി സംസാരിച്ചു. നിങ്ങൾ കുറെ സമയമായല്ലോ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നു, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്നുമില്ല, മകളുടെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാണ്, ജോലിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഞങ്ങൾ വന്നിറങ്ങി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമോ? അവരുടെ കയ്യിൽ നിന്ന് പേപ്പറുകളൊക്കെ വാങ്ങി, ഏതാണ് ഈ സ്ഥാപനം, എവിടെയാണ് ഈ സ്ഥാപനം, അവരുടെ കയ്യിലുള്ള ഡാറ്റകളൊക്കെ വാങ്ങി പരിശോധിച്ചപ്പോൾ ആ മനുഷ്യന് ബോധ്യപ്പെട്ടു, ഇവർക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, കോയമ്പത്തൂരിലേക്ക് പോകേണ്ടവരാണിവർ, കോയമ്പത്തൂരിലേക്ക് പോകേണ്ടവരാണ്, കോയമ്പത്തൂരിലേക്ക് പോകേണ്ട ആളുകളാണ്. ഇവർക്ക് തെറ്റുപറ്റി വന്നിറങ്ങിയത് ചെന്നൈ പട്ടണത്തിലാണ്. ചെന്നൈയും കോയമ്പത്തൂരും നമുക്കറിയാമല്ലോ, ചെന്നൈ പട്ടണത്തിലാണ്. സമയം പ്രഭാതമാണ്. ഏകദേശം ഇവർക്കിനി കോയമ്പത്തൂരിലേക്ക് ഓടിയെത്താൻ സാധാരണ വാഹനം ഉപയോഗിച്ചാൽ പറ്റില്ല. ഇന്നെന്താ സാധാരണ ചെയ്യാ? നമ്മൾ ഒന്നുകൂടി ആ കുടുംബത്തെ വേദനിപ്പിക്കും. നിങ്ങൾ എന്ത് പൊട്ടന്മാരാണ്, നിങ്ങളിതൊന്നും നോക്കണ്ടേ, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങളിതൊക്കെ നോക്കി അന്വേഷിച്ച് വരണ്ടേ? അല്ലെങ്കിലും ഈ വിവരം അറിയുമ്പോൾ അവര് വേദനിക്കും, അവര് പ്രയാസപ്പെടും, അവര് ടെൻഷൻ അടിക്കും, അവരൊന്നുകൂടി തളർന്നു പോകുമെന്നറിയാം. പക്ഷെ ആ കുടുംബത്തെ തളർത്താതെ, അവർക്ക് സംഭവിച്ച അബദ്ധം അവരെ കൂടുതൽ പറഞ്ഞ് അവരെ പ്രയാസപ്പെടുത്താതെ ആ മനുഷ്യൻ കുറഞ്ഞ സമയം കൊണ്ട് തന്റെ കൂട്ടത്തിലേക്ക് പ്രഭാത സവാരിക്കാരായ ചില ആളുകളെ ചേർത്ത് പിടിച്ചു. നിങ്ങൾ വരൂ, നമുക്കൊരു കേസ് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. അവസാനം സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ കുടുംബത്തെ, ദീർഘയാത്ര ചെയ്ത് ചെന്നൈയിലെത്തിയ കുടുംബത്തെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ചായ കുടിപ്പിക്കാൻ തന്റെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ചുമതല കൊടുത്തു. അതേസമയം ഇവർക്ക് കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് എടുക്കാൻ മറ്റൊരാൾക്ക് ചുമതല കൊടുത്തു. അതിനുള്ള ഫണ്ട് സ്വരൂപിക്കാൻ സംവിധാനമുണ്ടാക്കി. അപ്പൊ തന്നെ ചെന്നൈ പട്ടണത്തിൽ പ്രഭാത സവാരി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ, അവരെ ഒരുമിച്ച് കൂട്ടി അവരോട് ഈ വിഷയം അവതരിപ്പിച്ച്, ഇങ്ങനെ ഒരു കുടുംബം ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ട്, അവരെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തണം. 10 മണിയാണ് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥാപനത്തിന്റെ മാനേജറെ വിളിച്ചു.
അവരോട് വിവരം പറഞ്ഞു, നിങ്ങളെ സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കേണ്ട ഒരു കുടുംബം ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റിന് അവരെ അങ്ങോട്ട് കയറ്റിവിടുന്നുണ്ട്. ഒരുപക്ഷെ ഉദ്ദേശിച്ച സമയം കഴിഞ്ഞ് അല്പം വൈകിയേക്കാം. നിങ്ങൾ ഇവരെ ഒന്ന് പരിഗണിക്കണം. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടു അവർക്ക് അവിടേക്ക് പോകാനുള്ള യാത്രാ സൗകര്യമൊരുക്കി, അവർക്കുള്ള വാഹന സൗകര്യമൊരുക്കി, അവർക്കുള്ള ഭക്ഷണമൊരുക്കി, അവർക്ക് യാത്രക്കുള്ള ടിക്കറ്റിന്റെ കാശ് അവരെ കയ്യിലില്ല. പാവമാണ്, ഒരമ്മയും ഒരു കുട്ടിയുമാണ്. സുബ്ഹാന ജല്ല ജലാലുഹു എല്ലാം വളരെ കൃത്യമായി കുറഞ്ഞ സമയം കൊണ്ട് ഒരു വ്യക്തി സംഘടിപ്പിക്കുകയാണ്. അവിടെയാണ് സംഘാടനത്തിന്റെ, അവിടെയാണ് സംഘടനാബോധത്തിന്റെ, അവിടെയാണ് ചേർന്ന് നിൽക്കലിന്റെ. ഒരു വലിയ പാറക്കല്ല് ഒരാൾ ഒറ്റക്ക് തള്ളിയാൽ അങ്ങ് പോകില്ല. അയാൾ എത്ര ശക്തി കൂട്ടി തള്ളിയാലും അത് ലക്ഷ്യത്തിലേക്ക് പോവില്ല. പിന്നെ എന്തു വേണം? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുഹാവാസികളുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഗുഹയിൽ അകപ്പെട്ടവർ ഒറ്റക്ക് തള്ളിയിട്ട് പോകാതെ വന്നപ്പോ അവിടെ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. നിങ്ങൾ ഒരുമിച്ച് തള്ളിയാൽ ആ തള്ളുന്നതിന്റെ കൂടെ നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരാത്മീയ പിൻബലവും കൂടി കൂട്ടിയിട്ട് പ്രാർത്ഥനാ മനസ്സോടുകൂടി നിങ്ങൾ അതിൽ കൈവച്ചാൽ അതങ്ങ് പോയിക്കൊള്ളും. എന്തേ ഒരാൾക്ക് മാത്രം അത് നീങ്ങാമായിരുന്നുവല്ലോ? ഒരാളുടെ തള്ളലിൽ മാത്രം പടച്ച തമ്പുരാൻ ആ പാറക്കല്ലിനെ മാറ്റിവെക്കാമായിരുന്നു. പക്ഷേ അവിടെയുള്ളവർ ഓരോരുത്തരും അവരവർ ചെയ്തു വെച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ആ മഹിമ, അതിന്റെ മഹത്വം അത് മുന്നിൽ വെച്ച് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചു. ആ പാറക്കല്ല് മാറി നിന്നു. അവര് രക്ഷപ്പെട്ടു എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ചെന്നൈ പട്ടണത്തിലെ ഒരു കുടുംബത്തെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ച് അവിടെ ഉണ്ടാക്കേണ്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാം ഒത്തുകൂടി. അവിടെ മനുഷ്യ വിഭവം ചേർന്നിട്ടുണ്ട്, അവിടെ മണി അതാ സാമ്പത്തികമായി അവിടെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കി, അവർക്ക് സഞ്ചരിക്കാനുള്ള വാഹന സൗകര്യങ്ങൾ ഉണ്ടാക്കി, അവരുടെ ശാരീരികമായ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ ശാരീരികമായ സുരക്ഷ ഉറപ്പുവരുത്തി, അവരെ നല്ല സുരക്ഷിതമായ യാത്രയൊരുക്കി കോയമ്പത്തൂരിലെത്തിച്ച് കമ്പനിയുടെ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിച്ച് എല്ലാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ സഹോദരന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച് ലക്ഷ്യത്തിലെത്തി ആ കുട്ടിക്ക് ആ ജോലി നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലും ഉഹദിലും ഖന്തഖിലും തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും എടുത്ത് പരിശോധിച്ചു നോക്കിയാലും പ്രവാചകന്മാരെ മൊത്തം എല്ലാ പ്രവാചകന്മാരുടെയും അവരുടെ പ്രവർത്തന മേഖല, അവർ കാണിച്ചിട്ടുള്ള പ്രവർത്തന രംഗത്ത് അവർ കാണിച്ചിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള അവരുടെ കഴിവ് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി ബോധ്യപ്പെടും. അവരൊന്നും തളർന്നിട്ടില്ല. അവരെ തളർത്താൻ അപ്പുറത്ത് ശക്തമായി കോട്ടകെട്ടി ആയുധബലം കൊണ്ടും ആൾബലം കൊണ്ടും എല്ലാവരും എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ പിൻബലം. വിശുദ്ധ ഖുർആനാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട, ടെൻഷൻ അടിക്കണ്ട. ലക്ഷ്യം നന്നാക്കി കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് അവരിൽ ഡ്യൂട്ടി വിഭജിച്ച് അവർക്കൊക്കെ വർക്ക് കൊടുത്ത് ആ വർക്കിനെ നമ്മൾ കൃത്യമായി അതിനെ നമ്മൾ നിരന്തരമായി വിചാരണ നടത്തി അന്വേഷിച്ച് ഓരോന്നിനെയും ഓരോ പ്രവർത്തനങ്ങളെയും എവിടെയെത്തി എന്തായി എന്നതിനെ കുറിച്ച് കൃത്യമായി നമ്മളൊന്ന് ആലോചിച്ച് അതിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ അവസാനം ആ പരിപാടി നടത്തി കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് പിന്നേക്ക് മാറ്റിവെക്കാതെ അവിടെ തന്നെ അതിന്റെ ഫീഡ്ബാക്ക് ചർച്ച ചെയ്ത് അതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്ത് പരസ്പരം സന്തോഷം പങ്കുവെച്ച് മുന്നോട്ട് പോയാൽ വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഈ രീതിയിൽ വളർന്ന് പന്തലിച്ച് ലോകത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ജീവകാരുണ്യ പ്രവർത്തനമായി, വിദ്യാഭ്യാസ പ്രവർത്തനമായി, ദഅവ പ്രവർത്തനമായി വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകാൻ SKSSF-ന് സാധിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ വലിയ സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അത് പറയുമ്പോൾ കുറെ പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒന്ന് പങ്കുവെക്കുന്നു. എടവണ്ണപ്പാറയിലെ കോയാസിന്റെ മിനി ബസ്
ആ മിനി ബസ് സംഘടിപ്പിച്ച് 6 കുട്ടികൾ മാത്രമാണ് കോഴിക്കോട്ട് നിന്ന്. പ്രിയപ്പെട്ടവരെ, പുതിയ പ്രവർത്തകർക്ക് ആത്മവിശ്വാസമാകാൻ, ആത്മധൈര്യമുണ്ടാവാൻ, ആവേശമുണ്ടാകാൻ എന്റെ അനുഭവത്തിലെ ഒരു വിഷയം മാത്രം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കോയാസ് ബസ് മിനി ബസ്സാണ്. 6 കുട്ടികൾ മാത്രമാണ്. അദാലത്തിന്റെ രേഖകളൊക്കെ അതിൽ കയറ്റിവെച്ച് കോഴിക്കോട് ഇസ്ലാമിക് സെന്ററിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവിടെ നേരിട്ട് കേൾക്കുന്നത് മരുന്ന് കച്ചവടത്തിന് പോവുകയാണ് എന്നാണ്. മരുന്ന് കച്ചവടത്തിന് പോവുകയാണ്. അതിന്റെ മുകളിൽ ചെറിയ മരുന്ന് കച്ചവടക്കാർ പോലെ വണ്ടിന്റെ മുകളിൽ ഒട്ടിക്കുന്ന ഒരു ചെറിയ ബാനർ ഉണ്ടാകും. ആ ബസിന്റെ ഏറ്റവും മുകളിലുള്ള കാരിയറിന്റെ മുകളിൽ വളരെ വീതി കുറഞ്ഞ ഭാഗത്ത് മാത്രം ചെറിയ ബോർഡ് സോണൽ അദാലത്ത് യാത്ര എന്ന് ഒട്ടിച്ചിരിക്കുന്നു. സാധാരണ മരുന്ന് കച്ചവടക്കാരെ വാഹനത്തിന്റെ മുകളിൽ അങ്ങനെ ഉണ്ടാവും, ഒരു ബോർഡ് ഉണ്ടാവും, മരുന്ന് കച്ചവടത്തിന് പോവുകയാണ് എന്ന് പറയുകയാണ്. മരുന്ന് കച്ചവടത്തിന് പോവുകയാണ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, സംഘടന അദാലത്ത് സിസ്റ്റത്തിലൂടെ കേഡർ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരണം എന്ന ലക്ഷ്യമാണ്. ആ യാത്ര നേരെ ചെന്നെത്തിയത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്താണ്. പള്ളിയുടെ വരാന്തയിലാണ് ആദ്യത്തെ അദാലത്ത് നടത്തുന്നത്. എല്ലാവരും ആ കുട്ടികളാണ് എല്ലാവരും. ഇൻസ്പെക്ടർമാരവരാണ്, പരിശോധിക്കുന്നവരവരാണ്, ഒപ്പുവെക്കുന്നവരവരാണ്. അന്ന് ബുക്കില്ല, എന്തോ കൊണ്ടുവരുന്നു. എന്ത് പേപ്പറാണോ കൊണ്ടുവരുന്നത് ആ പേപ്പർ പരിശോധിച്ച് ഏത് ബുക്കാണോ പഴക്കമുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ബുക്ക് കൊണ്ടുവന്നിട്ട് ആ ബുക്ക് പരിശോധിച്ച് അതിൽ സീല് വെച്ച്, അദാലത്തിന്റെ സീല് വെച്ച് ഒരു അദാലത്ത് നടത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. കാസർഗോഡ് നിന്ന് അവിടത്തെ സോണൽ അദാലത്ത് കഴിഞ്ഞ് കണ്ണൂര് സിറ്റിയിലെ ഇസ്ലാമിക് സെന്റർ അദാലത്തിലെത്തുമ്പോഴേക്കും ഇൻസ്പെക്ടറായി സത്താർ സാഹിബ് പന്തല്ലൂർ അങ്ങോട്ട് വരികയാണ്. പിന്നീട് നടന്നതൊക്കെ മഹാത്ഭുതമാണ്. ഞാൻ അവിടെയല്ല പറയുന്നത്, അവിടെയല്ല. ആ തുടക്കം 6 പേർ, മുനവ്വർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രവർത്തകനെ മറക്കാൻ കഴിയില്ല. അദാലത്ത് 16 ദിവസം പൂർത്തിയാകുന്നത് വരെ ഒരു നിമിഷം ഉറങ്ങാതെ അതിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നതിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരൻ മുത്തഅല്ലിമാണ്. 6 മുത്തഅല്ലിമീങ്ങൾ. പിന്നീട് ഇൻസ്പെക്ടർമാരുടെ ശൈലി മാറുകയാണ്. പിന്നെ പ്രമുഖർ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് വരികയാണ്. ആ അദാലത്ത് സംഘടന അതിനെ ഏറ്റെടുത്തു. എല്ലാ യൂണിറ്റുകളിലേക്കും പുസ്തകമായി. ഇന്ന് എവിടെ എത്തി എന്ന് ചോദിച്ചാൽ സംഘടനയുടെ ഏറ്റവും വലിയ ഒരു കേഡർ സ്വഭാവമായി എന്ന് മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ നേതൃത്വം അറിയാതെ, പ്രവർത്തകരറിയാതെ വളരെ വളരെ ലളിതമായി ഓരോ അദാലത്ത് പൂർത്തിയാകുമ്പോഴേക്കും അത് 2023 അതെവിടെ എത്തി എന്ന് ചോദിച്ചാൽ 37 ലക്ഷം രൂപ നമ്മുടെ പ്രവർത്തനത്തിലൂടെ, സംഘടനാ പ്രവർത്തനത്തിലൂടെ എഡ്യൂക്കെയർ പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് അദാലത്തിലൂടെ ശേഖരിക്കാൻ നമുക്ക് സാധിക്കുന്ന വിധം. പിന്നെ ഞങ്ങളോട് പറയണ്ടല്ലോ, നിങ്ങളത് അറിഞ്ഞവരും അനുഭവിച്ചവരും നിങ്ങളതിൽ പങ്കാളികളായവരുമല്ലേ. അവിടേക്ക് ആ സംവിധാനം 2015 സമർക്കന്ദിന്റെ മുമ്പ് നമ്മൾ അദാലത്ത് നടത്തുമ്പോൾ ആ അദാലത്ത് തുടങ്ങുന്ന സമയത്ത് ആശങ്കകൾ മാത്രമായിരുന്നു. അന്ന് ഇത് മരുന്നും കച്ചവടാണ് എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ ഞാൻ പോണില്ല, ഞാൻ തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സംഘം തൽക്കാലം അത് നിർത്തിവെച്ചിരുന്നുവെങ്കിൽ ഞാനിത് നിങ്ങളോട് പറയുന്നത്, നമ്മളെ കൂട്ടത്തിൽ ഈ അസുഖമുള്ള പലരുമുണ്ട്. ഈ അസുഖമുള്ള പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തെങ്കിലും ഒന്ന് പറയുമ്പോ അതോ ഇപ്പോഴോ ഉച്ചക്കോ നടക്കൂല, എന്നാ വൈകുന്നേരം എന്തായാലും നടക്കൂല, രാത്രി എന്തായാലും നടക്കൂല. ആ സ്വഭാവമുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഗേറ്റ് പൂട്ടിയില്ല, നിങ്ങൾക്ക് ഈ പണി നടക്കൂല, നടക്കൂല. സംഘടനാ പ്രവർത്തനം നടക്കൂല. എന്ത് പറഞ്ഞാലും തിങ്കളാഴ്ച എന്തായാലും നടക്കൂല, ചൊവ്വാഴ്ച തീരെ നടക്കൂല, ബുധനാഴ്ച എന്തായാലും നടക്കൂല, വ്യാഴ്ച അന്ന് എങ്ങനെ നടക്കാനാ, വെള്ളിയാഴ്ച പിന്നെ എന്തായാലും നടക്കൂല, ശനി ഞായർ പിന്നെ കല്യാണാണ്, അന്ന് എന്തായാലും നടക്കൂല. എല്ലാ ആഴ്ചയും കഴിഞ്ഞു, ദിവസമൊക്കെ കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ആ അസുഖമുള്ളവർ ഇവിടെ വന്നിരിക്കരുത്. ഇവിടെ തന്നെ എപ്പോ ഇവിടെ ഇരിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. നിങ്ങളെ യൂണിറ്റ് കമ്മിറ്റിന്റെ മീറ്റിംഗ് നടക്കുമ്പോ ആ മീറ്റിംഗിൽ ഉണ്ടാവും ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടർ, അഭിമുഖമായിരിക്കുന്നവർ, ഓലെ നേതൃത്വ
പ്രവർത്തകർ പറഞ്ഞു നമ്മളിപ്പോ മതം മധുരമാണെന്നുള്ള ക്യാമ്പയിൻ നടത്തല്ലേ. അപ്പൊ ഇവിടുന്ന് പറയാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് ചേർന്ന് ഇങ്ങോട്ട് പറയാണ്, ചേർന്നിരിക്കുന്നതിൽ പറയാണ് ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ നടക്കൂല. അതിനൊക്കെ കുന്നി പിടിച്ചിട്ട് വേറെ പണിയെടുക്കണം. അതിനിവിടെ ഇരിക്കരുത്. ഇവിടെ റൈറ്റ് അടിച്ചെടുക്കണം. പോട്ടെ ഒന്നിനും നോ പറയരുത്. റൈറ്റ്. അതാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് പറഞ്ഞത് മുഴുവനും എന്ത് പറഞ്ഞാലും അവസാനം മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ മിനിറ്റ്സിൽ എഴുതാൻ ഒന്നുമില്ല. കുറെ അജണ്ട ഇനി ഒന്നും നടക്കൂല. എന്താ ചെയ്യാ പോവുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വർക്ക് ഉത്തരവാദിത്തം കൂടുതലാണ്. നിങ്ങൾ ക്യാമ്പയിൻ മാത്രം നോക്കിയാൽ പോരാ, സർക്കുലർ മാത്രം നോക്കിയാൽ പോരാ, അതിനിടക്ക് വേറെ ചില പണി നോക്കേണ്ടി വരും. ആ കൂട്ടത്തിൽ പള്ളിയും മദ്രസയും സ്ഥാപനവും ഒക്കെ നമ്മൾ നോക്കേണ്ടി വരും. എല്ലാം നോക്കണം ഒക്കെ നമ്മളെ തലയിലാണ്. എല്ലാം നമ്മൾ തന്നെയാണ്. നമ്മൾ അവിടെയൊക്കെ നോക്കേണ്ടി വരും, അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അത് മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയല്ല. ആ ലക്ഷ്യം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അന്തസ്സും അഭിമാനവും അത് എവിടെയും നിലനിർത്താൻ, അതിനെ ആരെങ്കിലും തകർക്കാനോ തളർത്താനോ ശ്രമിക്കുന്നുണ്ടവർ അവരെ ഇരുത്തേണ്ടിടത്തിരുത്താൻ ഒറ്റയാൾ പട്ടാളമായിട്ടാണെങ്കിലും സധൈര്യം മുന്നോട്ട് പോകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് വിരമിക്കുന്നു. നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സധൈര്യം മുന്നോട്ട് പോകാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. കർമ്മ പദ്ധതികൾ കൃത്യമായി ചർച്ച ചെയ്ത് അത് ഇവിടെ നിന്ന് തരുന്നതിനേക്കാൾ ഒന്നുകൂടി ഉഷാറായി അത് നടത്താനുള്ള വാശിയും അതിനുവേണ്ടിയുള്ള മത്സരവുമാവട്ടെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അള്ളാഹു നമ്മുടെ സേവന പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകട്ടെ. പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.